ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി കേക്ക് ഡെക്കറേഷൻ ആയിട്ടോ വന്നിട്ടുള്ളത്. ഇതാണ് കേക്ക്. അപ്പോൾ ഈ ഒരു കേക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് കണ്ടാലോ. 1 kg ഞാൻ കേക്ക് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. ഫ്ലേവർ വാഞ്ചോ ആണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ വൈറ്റ് ക്രീമിലാണ് കേക്ക് ഫുള്ള് ഫിനിഷ് ചെയ്തെടുത്തിട്ടുള്ളത്. അതിന് ശേഷം നമുക്ക് എവിടെയാണോ നമ്മൾ ഫോൾട്ട് ലൈൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഭാഗത്ത് ജസ്റ്റ് ടൂത്ത് പിക്ക് കൊണ്ട് ഒന്ന് ലൈൻ ഇട്ടതിന് ശേഷമാണ് ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. പൈപ്പിംഗ് ബാഗ് യൂസ് ചെയ്തിട്ട് തന്നെ വരയ്ക്കാൻ നോക്കാം കേട്ടോ. അതാണ് കുറച്ചും കൂടി നീറ്റ് ഉണ്ടാവുക. സ്പാച്ചുല വെച്ചിട്ട് ഞാനൊരു പ്രാവശ്യം ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇങ്ങനെ ഈ ഒരു നീറ്റ് കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ മാക്സിമം പൈപ്പിംഗ് ബാഗ് തന്നെ വെച്ചിട്ട് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ പൈപ്പിംഗ് ബാഗ് വെച്ച് നമ്മളൊന്നായിട്ട് ക്രീം സ്പ്രെഡ് ചെയ്തതിന് ശേഷം നൈഫ് വെച്ചിട്ട് അതൊന്ന് ലെവൽ ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു കേക്കിൻ്റെ ഡിസൈൻ ഉണ്ട്. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ എനിക്ക് അങ്ങോട്ട് ആ കോൺഫിഡൻസ് പോയി കിട്ടി. ഇത് ഭയങ്കര പ്രയാസമായിരുന്നു കേട്ടോ ഇതൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാൻ. കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആവാനും പറ്റില്ല, എന്നാലിട്ട് കറക്റ്റ് നീറ്റ്നെസ്സിൽ കിട്ടും വേണം. അങ്ങനെയൊക്കെ കൂടിയായിട്ട് കുറേ സമയം നമ്മൾ ഇതിൻ്റെ മുകളിൽ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കേക്ക് മെൽറ്റായി പോകുമെന്ന് വരെ ഞാൻ ടെൻഷൻ അടിച്ചു. കസ്റ്റമർ നമുക്ക് റെഫറൻസിന് ഒരു പിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, അതുപോലെ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമ്മൾ അതുപോലെ ആക്കി എടുക്കണമല്ലോ. അപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടാലും വേണ്ടിയില്ല, എന്തായാലും അതുപോലെ ആക്കി എടുക്കണം എന്നുള്ള ഇതിലായിരുന്നു ഞാൻ. അതുകൊണ്ട് നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ചെയ്തെടുക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഈ സൈഡ് മൊത്തം നീറ്റാക്കിയതിന് ശേഷം നമ്മൾ മോൾ ഭാഗം ഒരു ഷാർപ്പ് എഡ്ജ് പോലെ ആക്കിയെടുക്കുകയാണ്. ഇത് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടോ. ഈ കേക്ക് നമ്മുടെ കസ്റ്റമർ ആളുടെ വുഡ്ബിക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. സർപ്രൈസ് ആയിട്ട് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളോട് തന്നെ ഡയറക്റ്റ് ആളുടെ വീട്ടിൽ കൊണ്ടു കൊടുക്കാനാട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതേ നമ്മുടെ അടുത്ത ടാസ്ക്. ഈ ഒരു സംഭവം ഞാൻ ഒരുപാട് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചെയ്യാൻ. ഇതുപോലെ ഓരോരോ ബീഡ്സ് എടുത്ത് വെച്ചിട്ടായിരുന്നു സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറേ സമയം എടുത്തിട്ടുണ്ടായിരുന്നു. മുകളിലിടാൻ പ്രത്യേകിച്ച് പണിയൊന്നും ഇട്ടുണ്ടായിട്ടില്ല. നമുക്കിങ്ങനെ വെതറിട്ട് കൊടുത്താൽ മതി. പക്ഷേ സൈഡിൽ നമുക്കത് പറ്റില്ലല്ലോ. ഞാൻ എറിഞ്ഞിടാൻ നോക്കിയ പക്ഷേ കറക്റ്റ് അഡ്ജസ്റ്റിനായിട്ട് വരുന്നില്ല. അങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അത് ചെയ്തെടുക്കാൻ കേട്ടോ. പിന്നെ ഇതേ അടുത്തത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവരുടെ ബർത്ത്ഡേ ഡേറ്റ് മാർക്ക് ചെയ്തിട്ട് ഒരു കലണ്ടർ പോലെ ചെയ്യാനായിരുന്നു. അപ്പം നമ്മൾ ഫോണ്ടൻറ്റിലാണ് ചെയ്തെടുക്കുന്നത്. ഫോണ്ടൻറ്റിൽ നമ്മൾ ജസ്റ്റ് ജെൽ കളർ യൂസ് ചെയ്തിട്ട് ബ്രഷ് കൊണ്ട് നമ്മൾ നമ്പേഴ്സ് എഴുതി കൊടുക്കാം കേട്ടോ. ഇതെനിക്ക് ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് എഴുതുമ്പോൾ. പിന്നെ നമ്മൾ ജസ്റ്റ് ഫോണ്ടിൻ്റെയൊക്കെ തന്നെ വെച്ച് കവർ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ കേക്കും നമ്മുടെ കലണ്ടറും ഒരു ഫ്ലവറും പിന്നെ അവരുടെ പേര് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും അങ്ങനെ എല്ലാം കൂടി നമുക്ക് ഒരു ബേസിലേക്ക് സെറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ 12 ഇഞ്ചിൻ്റെ ബേസാട്ടോ എടുത്തിട്ടുള്ളത്, 12 ഇഞ്ചിൻ്റെ. പിന്നെ നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുത്തത് 7 ഇഞ്ചിലായിരുന്നു കേട്ടോ, അത് പറയാൻ വിട്ടുപോയി. അപ്പോൾ ഇതേ കേക്ക് നമ്മൾ എടുത്തിട്ട് ബേസിൻ്റെ ഒരു സൈഡിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഫ്രഷ് ഫ്ലവേഴ്സാണ് യൂസ് ചെയ്തത്. അതിൻ്റെ സ്റ്റെമ്പൊക്കെ നമ്മൾ ക്ലീൻ റാപ്പ് ഇട്ട് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ലീവ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്ലാസ്റ്റിക് ആട്ടോ. നമ്മൾ ഒരു ഫ്ലവർ ബെഞ്ചിൻ്റെ സൈഡ്സിൽ ഉണ്ടായിരുന്നതാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഫ്ലവേഴ്സും ലീവ്സും ഒന്നും എഡിബിൾ അല്ല കേട്ടോ, ഒക്കെ പ്ലാസ്റ്റിക്കും ഫ്രഷ് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ സാധാരണ ഫ്രഷ് ഫ്ലവേഴ്സ് യൂസ് ചെയ്യില്ല, പക്ഷെ അവർ തന്ന ആ സെയിം കളറിനോട് മാച്ചായിട്ട് എനിക്ക് ആ പ്ലാസ്റ്റിക് ഫ്ലവർ കിട്ടിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഫ്രഷ് ഫ്ലവേഴ്സ് ചൂസ് ചെയ്തത്. ഫ്രഷ് ഫ്ലവേഴ്സ് നമുക്ക് ഒരുപാട് നേരം വെക്കാനൊന്നും പറ്റില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ അധികം അത് യൂസ് ചെയ്യലില്ല. പിന്നെ ഇതേ നമ്മൾ അടുത്തായിട്ട് നമ്മുടെ ബർത്ത്ഡേ ടോപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതേ സൈഡിലായിട്ട് നമ്മൾ കലണ്ടർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതേ 2 ഫ്ലവേഴ്സ് റോസ് ഫ്ലവേഴ്സ് ക്ലോസ് ആയിട്ട് വെച്ചെടുത്തിട്ടുണ്ട്. ലാസ്റ്റായിട്ട് നമ്മൾ 2 ഹാർട്ട് ഷേപ്പിലുള്ള ടോപ്പറും അവരുടെ നെയിമും കൂടി വെച്ചെടുത്ത് കേക്കിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ കഴിഞ്ഞു നമ്മളിങ്ങനെയാണ് അവർക്ക് പാക്കിംഗ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. കുറച്ച് ലോങ് പോകാണ്ടായിരുന്നുകൊണ്ട് നല്ലോണം സെക്യൂർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.